പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാവയ്ക്ക തോരൻ വെക്കാം. ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും പാവയ്ക്ക തോരനൊന്നും ഇഷ്ടമില്ല. എന്നാലും നമുക്കൊരു പുതിയ വെറൈറ്റി ആയിട്ട് ഒരു പാവയ്ക്ക തോരൻ വെക്കാം. വരി, എല്ലാവർക്കും കാണാം. അപ്പം നമുക്ക് പാവയ്ക്ക അരിയാം. ഞാൻ ചെറുതായിട്ടാണ് അരിയണത്. അപ്പോഴേ ഈ ഉള്ളിയൊക്കെ കൂടുതലിടുമ്പം കയ്പധികം വരത്തില്ല. കൊച്ചു കുട്ടികൾക്കൊക്കെ തോരൻ പാവയ്ക്കൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഷുഗറുള്ളവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ പാവയ്ക്കൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ല ഉത്തമമായ സാധനം. അപ്പോൾ നമുക്ക് പാവയ്ക്കര ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഗ്യാസ് എത്തിക്കണേ. എൻ്റെ ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി 2 ദിവസം കൊണ്ട് ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ ചെക്കപ്പും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ടാണ് ചേച്ചിക്ക് പകരം ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാം കാണണം. കാണാത്തവരെല്ലാം കയറി കാണണം. വീഡിയോകൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എണ്ണ ഒഴിക്കണേ. കുറച്ചെണ്ണ മതി. ഇത്ര കരു ഇടണേ. കരിവേപ്പില ഇട്ട് കൊടുക്കണേ. ഇതിൽ പാവയ്ക്ക, പച്ചമുളക്, 3 സവാള ഇട്ട് കൊടുക്കണേ. തേങ്ങ ഒന്നും അരച്ച് ചേർക്കണ്ട. തേങ്ങ ഇങ്ങനെ തിരി ഇട്ടാൽ മാത്രം മതി. സവാളയൊക്കെ കൂട്ടി വേവിച്ചിരുന്ന കൂട്ടാന്ന് വെച്ചാൽ നല്ല രുചിയുള്ള സാധനമാണ്. ഷുഗറുള്ളവർക്കൊക്കെ ഏറ്റവും ഉത്തമമാണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രായമുള്ളവർക്കൊക്കെയാണ് ഈ പാവയ്ക്ക സംഭവങ്ങളൊക്കെ ഉപകാരപ്പെടുന്നത്. വീട്ടിൽ എൻ്റെ പപ്പയ്ക്ക് ഷുഗറാണ്. ഇത്ര ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചേരം അടച്ച് വയ്ക്കാം. അപ്പം നമുക്കത് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്. പാവയ്ക്ക ആക്കിയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പിടിയും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്നും അധികം വേണ്ട. തേങ്ങ ഇടാതെ വന്നാലും നല്ലതാണ്. ഒരു ലേശം കയ്പ് ഇങ്ങനെ മുന്നിൽ വരുമെന്നുള്ളതേ ഉള്ളൂ. കൊച്ചു പിള്ളേർക്കൊക്കെ പാവയ്ക്ക കൊടുക്കാൻ ഭയങ്കര പാടാണ്. കയ്പെന്ന് പറഞ്ഞുകൊണ്ട് ചോറിൻ്റെ കൂടെ ഒന്നും തിന്നൂല. വേറെ പ്രത്യേകിച്ചൊന്നും ചേരുമ്പടിയൊന്നും ചേർക്കാണ്ടൊന്നുമില്ല. നല്ല സെറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. തേങ്ങ ഇട്ടുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് ഇരുന്ന ആ തേങ്ങയിലൊന്നും ആദ്യം കയറിയതിന് ശേഷം നമുക്ക് ഇറക്കാം. എൻ്റെ ചേച്ചിക്ക് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയായിരുന്നു. ആ ചേച്ചി ഇങ്ങനെ ചെറിയൊരു വീഡിയോ ഇട്ട് ഇറങ്ങിയത്. ഇന്നലെ ഇന്നൊക്കെ ഡോക്ടറെ കാണാണ്ട് ദിവസമായിരുന്നു. 6 ആഴ്ച കഴിഞ്ഞ് പോയി ചെക്കപ്പ് ചെയ്യാൻ പോയി. ഇനി എല്ലാവരും പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും അവർക്ക് പിന്തുണയായിട്ട് നിൽക്കണം. ഞാൻ ചേച്ചിയെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പോയാലും ചേച്ചി വീട് ചെയ്യുമ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. തേങ്ങ ഇട്ടതൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. എല്ലാവരും വെച്ച് നോക്കണം, അഭിപ്രായം പറയണം. ഉണ്ടാക്കി നോക്കണം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത നാളെ കാണാം.